തിരിച്ചെത്തിയോ? ഞാൻ അറിഞ്ഞില്ല. പാർപ്പിടം മാറ്റിയത് കൊണ്ടൊന്നും മകൻ നേരെയാകാൻ പോകുന്നില്ല എന്ന് അച്ഛന് ബോധ്യമാണ്. ഇന്ദ്രപ്രീതിക്കായി ജപഹോമങ്ങൾ നടത്താത്ത ജനപദങ്ങളില്ല. എന്നിട്ടും ഒരു മഴമേഘം കൂടി അംഗരാജ്യത്തിന്റെ മുകളിലേക്ക് വരുന്നില്ലല്ലോ. അവിടുത്തെ അച്ഛൻ എന്തു പറഞ്ഞു? അദ്ദേഹത്തിന്റെ വകയായുള്ള ഹവിസും അഗ്നിയിൽ വീഴുന്നുണ്ട്. നടക്കട്ടെ. ശവങ്ങളുടെ ദുർഗന്ധം കുറയാൻ അകൽപ്പുക നല്ലതാണ്. നിൽക്കൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഈ പിൻവാതക്കൽ ഞാൻ ഇത്ര നേരം കാത്തുനിന്നത് തെറ്റ്. മുൻവാതിലൂടെ അകത്ത് വരാമായിരുന്നില്ലേ? മടിശീലയിൽ സ്വർണ്ണ നിഷ്കങ്ങളില്ല. അതുകൊണ്ട് വൈശാലിയുടെ അമ്മ എങ്ങനെ സ്വീകരിക്കുമെന്ന് പറയാൻ വയ്യല്ലോ. നാണയം എണ്ണി അനുഗ്രഹം കൊടുക്കുന്നതിൽ പുരോഹിതരും മോശക്കാരല്ല. വരണ്ടുണങ്ങാത്ത നാടുകൾ അംഗരാജ്യത്തിന് പുറത്തുണ്ട്. അതെനിക്കും അറിയാം. എന്റെ കൂടെ വരാൻ തയ്യാറാണോ? ഒളിച്ചോട്ടം എന്തുകൊണ്ട് പാടില്ല? ബ്രാഹ്മണകുമാരൻ കുലമഹിമ മറക്കുന്നു. ലേലം വിളിക്കാൻ ഒത്തുകൂടുന്ന വണിക്കുകളുടെ കൂട്ടത്തിൽ മത്സരിക്കാൻ ഞാനാളല്ല. വധുവായി മകളെ നൽകാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടാലോ? എന്നിട്ട് അച്ഛനെ തൊടാൻ അവകാശമില്ലാത്ത നിന്യ സന്തതികളെ ദാസി പെണ്ണിന് ദാനം ചെയ്യണമായിരിക്കും. ഓഹോ, രതിശില്പം മാത്രമല്ല, തർക്കശാസ്ത്രം ഉണ്ടായിരിക്കും വേശികളുടെ പാഠ്യക്രമത്തിൽ. വണിക്കുകൾ പൊൻപണം കൊണ്ട് വാങ്ങാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ബ്രാഹ്മണർ അധികാരം കൊണ്ട് പിടിച്ചെടുക്കാൻ വരുന്നു. അത്രയുള്ളൂ വ്യത്യാസം. എല്ലാ ബ്രാഹ്മണരെ അടച്ചാക്ഷേപിക്കരുത്. ഏതോ ഒരു ബ്രാഹ്മണനോട് രാജാവ് ദുർമുഖം കാട്ടിയതിന് ഈ രാജ്യത്തെ മുഴുവൻ അടക്കി ശപിച്ചവരല്ലേ നിങ്ങൾ? ഞാൻ നീക്കിക്കഴിഞ്ഞില്ല, ആലോചിക്കുകയായിരുന്നു. അത് പാടില്ല. അമ്മ കൈയെടുത്തതിന് ശേഷമാണ് ഞാൻ വെട്ടിയത്. അത് പാടില്ല. രാജകുമാരി പറഞ്ഞതാണ് ന്യായം. മഹാറാണി മനസ്സിൽ കണക്ക് കൂട്ടാൻ വെറുതെ വെച്ചതാണ്. അങ്ങനെയല്ല, രാജകുമാരി പറഞ്ഞതാണ് ശരി. കളി നടക്കട്ടെ. മതിയാക്കിയോ? അടിയറവ് പറയാതെ രക്ഷപ്പെട്ടു അമ്മ, അല്ലേ? അച്ഛൻ അസ്വസ്ഥനാണ് ശാന്തേ. കണ്ടില്ലേ, നീയും നിന്റെ വായാടികളും ഇവിടെ ബഹളം വെക്കണ്ട. രാജഗുരു വന്നിട്ടും പ്രയോജനമുണ്ടായില്ല, അല്ലേ? ഉദ്യാനത്തിൽ ഞാൻ ഓമനിച്ചു വളർത്തിയ ശതപത്രങ്ങളെല്ലാം പോയി. കുടിനീരെത്തുന്നുണ്ടല്ലോ കൊട്ടാരത്തിൽ. അതില്ലാത്ത വീടുകളാണ് അംഗരാജ്യത്തിൽ മുഴുവൻ. അയോധ്യയിലെ ആത്മസുഹൃത്തിന് ഒരു സന്ദേശം അയക്കാമായിരുന്നില്ലേ? എന്തിനും പോംവഴി ഉപദേശിച്ചിരുന്ന മഹാജ്ഞാനിയല്ലേ ആ ദശരഥ രാജാവ്? സരയൂ നദിയെ വഴിമാറ്റിയൊഴുക്കാൻ അയോധ്യാധിപന് കഴിയില്ലല്ലോ. ദത്തെടുക്കാൻ പാകത്തിൽ മകളെ ആത്മസുഹൃത്തിന് സമ്മാനിച്ചപ്പോൾ മുഴുവൻ പറയൂ. വളർത്തുമകളാണ് ഈ ശാന്തയെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ഞാൻ മറന്നുപോയേക്കും, അല്ലേ? അതല്ല, പൂർവജന്മ സുഹൃതം കൊണ്ട് പ്രസവവേദന അറിയാതെ കിട്ടിയ പുത്രിയായിട്ട് തന്നെയാണ് ശാന്തയെ ഞാൻ വളർത്തുന്നത്. പക്ഷേ അവൾ വളരുന്ന നാട്ടിൽ ആപത്തുകൾ ഒഴിയില്ല എന്ന് കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് ദാനം ചെയ്തതാണെന്ന് പറയുന്നവരുമുണ്ട്. വൃഥാപവാദമാണ്, ഞാൻ വിശ്വസിക്കുന്നില്ല. ലോമപാദന്റെ പത്നിയായി ഒരു വന്ധ്യ വന്ന മുതൽ തുടങ്ങി അംഗരാജ്യത്തിന്റെ ശാപമെന്ന് പറയുന്നവരും ധാരാളമുണ്ട്. അതും ഒരു വൃഥാപവാദമാണ്, ഞാനും വിശ്വസിക്കുന്നില്ല. അച്ഛന്റെ മനക്ലേശം ഞാൻ മനസ്സിലാക്കുന്നു.
ചക്രവാളത്തിൽ പോലും ഒരു കാർമേഘമെങ്കിലും തലനീട്ടുന്നില്ല. ഹോമാഗ്നിയുടെ ചൂടും നഗരവാസികൾക്കൊരു ശിക്ഷയാവുന്നില്ലേ എന്നാലോചിച്ചു പോകുന്നു. ഞാൻ തപസ് അനുഷ്ഠിച്ചാൽ മഴമേഘങ്ങളെ തടവിൽ വെച്ച് ദേവദേവൻ കനിയുമോ? ഏത് കഠിന വ്രതവും ഞാൻ ഏറ്റെടുക്കാം. വെറും വാക്കല്ല. എന്നെ അനുവദിക്കൂ. തപസ് എവിടെ? നിന്റെ ഈ തളിർമേനി എവിടെ? നിന്റെ ഹൃദയത്തിലും പ്രാർത്ഥനയുണ്ടല്ലോ, അത് മതി. സന്തോഷവാർത്ത എന്താണ്? പറയൂ. അർത്ഥസുഷുപ്തിയിൽ ഞാൻ എന്റെ ആചാര്യൻ ആസുര മഹർഷിയെ കണ്ടു. ഒരു വിചിത്രമായ സ്വപ്നം. നിറഞ്ഞ ജലാശയങ്ങളും പച്ചതഴച്ച ഭൂമിയും മാത്രമാണ് എന്റെ സ്വപ്നങ്ങളിൽ. അങ്ങ് വിശ്രമിക്കൂ. ക്ഷീണിച്ച മനസ്സിന്റെ വിഭ്രാന്തി ഉണ്ടാവും. അല്ല, ഇതൊരു പാഴ്ക്കിനാവല്ല രാജൻ. എന്റെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടി പോലെ, ഒരു പരിഹാരം പോലെ വന്നതാണ് ഈ സ്വപ്നം. അംഗരാജ്യത്ത് മഴ പെയ്യണമെങ്കിൽ കളങ്കമറിയാത്ത ഒരു ഋഷികുമാരൻ വന്ന് യാഗം നടത്തണം. സ്ത്രീയുടെ നാദവും ഗന്ധവും സ്പർശവും അറിയാതെ വളർന്ന ഒരു നവയുവാവ്. അങ്ങനെ ഒരാളുണ്ട്. മനോഹരമായ ഒരു മിഥ്യ. അല്ല, സത്യം. എന്റെ ആചാര്യൻ വെറും വാക്കുകൾ ഉപദേശമായി ഉച്ചരിക്കാറില്ല. വരും, അഗ്നി നിമിത്തങ്ങൾ നോക്കി ഞാൻ വ്യക്തമാക്കാം. വരും. ഋഷ്യശൃംഗൻ, വിഭാണ്ഡക മഹർഷിയുടെ പുത്രൻ. കാഴ്ചദ്രവ്യങ്ങളുമായി സന്ദേശവാഹകർ പുറപ്പെടട്ടെ. കുമാരനെ അയച്ചു തരാൻ നമ്മുടെ പ്രതിനിധിയായി താങ്കൾ തന്നെ മഹർഷിയോട് അഭ്യർത്ഥിക്കൂ. നിൽക്കൂ. വിഭാണ്ഡകനെ പറ്റി അങ്ങക്ക് എന്തറിയാം? മഹാമഹർഷിയാണ്. കശ്യപവംശത്തിലെയാണെന്നും അറിയാം. വിഭാണ്ഡകൻ കോപത്തിൽ ദുർവാസാവിനോട് കിടനിൽക്കും. ആശ്രമ പരിസരത്തിൽ മനുഷ്യജീവികളെ അടുപ്പിക്കാറില്ല. പിതാവിനെ ഒഴികെ മറ്റൊരാളെയും ഋഷ്യശൃംഗൻ കണ്ടിട്ടില്ല. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അപ്സരസിന്റെ സൗന്ദര്യം കണ്ട് തപം മറന്നതിന്റെ ഫലമായുണ്ടായ സന്തതിയാണവൻ. തന്റെ തെറ്റ് മകന് പറ്റാതിരിക്കാൻ മനുഷ്യ സമ്പർക്കം തന്നെ നിഷേധിച്ചാണ് അവനെ വളർത്തുന്നത്. ഞാൻ അന്വേഷിച്ചറിഞ്ഞു. ദയാപൂർവം വിട്ടുതരുന്നില്ലെങ്കിൽ ബലം പ്രയോഗിച്ചു കൊണ്ടുവരാം. ആശ്രമപാഠത്തിൽ ശക്തിപ്രകടനം നടത്തുന്നത് ധർമ്മമല്ല. പക്ഷേ അംഗരാജ്യത്തിന്റെ കെടുതി ആലോചിക്കുമ്പോൾ അതൊരപരാധവുമാവില്ല. വിഭാണ്ഡകന്റെ തപശക്തി അത്യുഗ്രമാണ്. അടുക്കുന്നവരെ പാറക്കല്ലെറിഞ്ഞോടിക്കാൻ മലകളെ കാവൽ നിർത്തിയത് കെട്ടുകഥയല്ല. എങ്കിൽ ഒരു വൻ സൈന്യം തന്നെ പുറപ്പെടട്ടെ. അലസത കൊണ്ട് വീര്യം കെട്ട സൈനികർക്ക് ഒരായാസമാവട്ടെ. ഋഷിവാടങ്ങൾ ആക്രമിച്ച് കയറിയ ക്ഷത്രിയയുടെ വംശനാശത്തിന്റെ കഥകൾ അങ്ങ് മറക്കുന്നു. അംഗരാജ്യത്തിന് കൂടുതൽ ശാപങ്ങൾ ക്ഷണിച്ചു വരുത്തണോ? പിന്നെ നാം എന്ത് ചെയ്യണം? ഇപ്പോൾ അങ്ങ് വിശ്രമിക്കണം. ഞാൻ വീണ്ടും ഒന്ന് പ്രശ്ന വിചാരം നടത്തട്ടെ. കരബലവും ആയുധബലവും തോൽക്കുന്നിടത്ത് ജയിച്ചേക്കാവുന്ന ശക്തി ഒന്നേ ഉള്ളൂ. മൂഢാ, അത് ആലോചിക്കാത്തത് എന്ത് എന്ന് അദ്ദേഹം ശാസിച്ചു. എന്റെ ഗുരു. അദ്ദേഹം ഇവിടെ? സ്വപ്നത്തിൽ ഞാൻ വീണ്ടും അദ്ദേഹത്തെ കണ്ടു. സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കഴിയുമ്പോഴേക്ക് അംഗരാജ്യത്ത് ഒരു പുൽക്കൊടി പോലും ബാക്കിയുണ്ടാവില്ല. തപശക്തിയെ അടിപണിയിച്ച ഒരു മഹാശക്തിയെ പറ്റി ചിന്തിക്കാത്ത ഞാൻ ഒരു മൂഢൻ തന്നെ. ചഞ്ചലമാണ് എന്റെ മനസ്സ്. അർത്ഥം ഗ്രഹിക്കാൻ സമയമെടുക്കുന്നു. വ്യക്തമായി പറയൂ, ഏത് മഹാശക്തി? 3. വജ്രായുധത്തെക്കാൾ ശക്തി
കാമജലം പുരണ്ട കരുനീല കണ്ണുകൾ കാണുന്ന ഇന്ദ്രൻ കൂടി വിശ്വസിച്ചില്ലേ? ബ്രഹ്മർഷിപദം നേടാനുള്ള വിശ്വാമിത്രന്റെ കൊടും തപസ് മുടക്കാൻ അയച്ചത് മേനകയല്ലേ? ശകുന്തളയുടെ ഉൽപ്പത്തി ഞാനും കേട്ടിട്ടുണ്ട്. അതൊന്നു മാത്രമല്ലല്ലോ, ചിരഞ്ജീവിയായ വ്യാസന്റെ മനസ്സിളക്കിയത് കൃതാജിയല്ലേ? എന്തിന് ഈ വിഭാണ്ഡകൻ തന്നെ അർത്ഥനഗ്നയായ ഉർവശിയെ കണ്ടപ്പോൾ തപം മറന്ന സംഭവം ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അംഗരാജ്യത്ത് അപ്സരസുകളില്ലല്ലോ. അപ്സരസുകളെ അതിശയിക്കുന്ന ഒരു വരവർണ്ണിനിയെങ്കിലും നമ്മുടെ അന്തഃപുരത്തിലുണ്ടല്ലോ. ശാന്ത, അങ്ങ് പറയാറില്ലേ? തപസ്സുകളുടെ ശാപകഥകൾ കേട്ടതുകൊണ്ടായിരിക്കും ശാന്തയെ തന്നെ മനസ്സാ തെരഞ്ഞെടുത്തത്. ശല്യം തീരുമല്ലോ. തപസ്സിരിക്കുന്നതിലും എളുപ്പമല്ലേ തപം മുടക്കുന്നത്? അതുകൊണ്ട് സമ്മോഹനമറിയുന്ന സുന്ദരികളായ വേഷത്തരുണികളിൽ ആരെങ്കിലുമാണ് വേണ്ടത്. അവരെ സഭാമണ്ഡപത്തിലേക്ക് വരുത്താം. ചതുരകളായ വാരസ്ത്രീകൾ ചമ്പാവരിയിലുമുണ്ട്. അങ്ങയ്ക്ക് ബോധ്യമാവും. അമ്മ കേട്ടില്ലേ? തിരഞ്ഞെടുക്കുന്നവർക്ക് 10,000 സ്വർണ്ണ നിഷ്കം, കൊട്ടാരത്തിൽ നൃത്ത മത്സരം. അറിഞ്ഞു. പ്രത്യേക മന്ദിരം കൂടി കിട്ടുമെന്നാണ് കേൾവി. സ്ഥാനമാനങ്ങൾ വേറെ. തെരുവിലെ വീടുകളിൽ ആകെ ബഹളം. നല്ലത്. സാർത്ഥവാഹക സംഘങ്ങളുടെ വരവ് നിന്നപ്പോൾ ദാസിത്തെരുവിലെ വീടുകൾ ഉറങ്ങിക്കിടക്കുകയാണല്ലോ. എല്ലാവരും മത്സരിക്കട്ടെ, നമ്മളില്ല. രാജസദസ്സിൽ നിന്റെ അരങ്ങേറ്റം എപ്പോൾ നടത്തണമെന്ന് ഞാൻ നിശ്ചയിക്കും. നാട് മുഴുവൻ വരണ്ടു വെന്തടിയുമ്പോൾ തന്നെയാണ് രാജാവ് ഉത്സവവും മത്സരവും ഒക്കെ നടത്തേണ്ടത്. ഉത്സവം നല്ലതല്ലേ മാലിനി? കുടിനീരിന് പകരം കുറച്ച് സംഗീതം, വിശപ്പ് മറക്കാൻ സുന്ദരിമാരുടെ നൃത്തം, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമല്ലോ കൊട്ടാരത്തിലുള്ളവർക്ക് എന്നും. നമ്മൾ ഒരു മത്സരത്തിനുമില്ല, മനസ്സിലായില്ലേ? പെരുമ്പറ കേട്ടപ്പോ വിചാരിച്ചു അയൽനാട്ടിൽ നിന്ന് യുദ്ധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് പടയൊരുക്കത്തിന് പറയുമെന്ന്. അത് മറ്റൊരു തന്ത്രം. കുട്ടികളെ, നിങ്ങൾക്ക് എന്തറിയും? രാജ്യദ്രോഹം. ആരും കേൾക്കണ്ട ഈ രാജ്യദ്രോഹം.